വലിയ പ്രതിരോധങ്ങളെ ഒക്കെ തീർക്കാൻ ഇനിയും സാധിക്കും, പ്രതിഷേധങ്ങളെ തടയാൻ സാധിക്കും. എന്താണ് സാധ്യത? ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ കീഴടങ്ങിയേക്കുമെന്ന സൂചനകൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഞാൻ അത്തരം ചില വിവരങ്ങൾ കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഈ വാദം പൂർത്തിയാകുമ്പോൾ പ്രതിഭാഗം അഭിഭാഷകന് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. അതായത് അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഡാൻ എടുത്തു പറയേണ്ടത്, അന്വേഷണ സംഘവുമായി ഇത്രയും ദിവസങ്ങളായിട്ടും രാഹുൽ മാങ്കൂട്ടം സഹകരിക്കുന്നില്ല എന്ന ഒരു വാദം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടാകുന്നത്? യെസ്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് രാഹുൽ കീഴടങ്ങിയേക്കുമെന്നുള്ളതാണ്. ഹോസ്ദുർഗ് കോടതിയിലായിരിക്കും രാഹുൽ കീഴടങ്ങുക എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, ഇതാ ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്നറിയാൻ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഘട്ടത്തിൽ രാഹുൽ കീഴടങ്ങുന്നു എങ്കിൽ അത് കൃത്യമായ തയ്യാറെടുപ്പുകളോടുകൂടി തന്നെയാണ്. നിയമവിദഗ്ധരുടെ ഉപദേശത്തെ തുടർന്നാണ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നതിൽ തർക്കമില്ലല്ലോ. തീർച്ചയായും അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് സൂചന മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സുള്ളിയ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് കേരള കർണാടക അതിർത്തി പങ്കിടുന്ന സുള്ളിയയിൽ ഇന്നലെ രാത്രി മുതൽ എത്തിച്ചേർന്നു എന്നൊരു വിവരമാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ കാഞ്ഞങ്ങാട്, അതായത് ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരായേക്കുമെന്ന ഒരു സൂചനയാണ് ലഭിക്കുന്നത്. അത്തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ ഇന്നലെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ജാമ്യം ലഭിക്കില്ല എന്നൊരു തരത്തിലുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ കാഞ്ഞങ്ങാട് കോടതിയിലാകുമ്പോൾ വളരെ സുരക്ഷിതമായി ഇവിടെ ഹാജരാകാൻ പറ്റുമെന്നൊരു വിശ്വാസത്തിലാണ് അന്ന് തോന്നുന്നു. ഏതായാലും ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കൾ, അഭിഭാഷകരായ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം നീക്കം നടത്തിയെന്ന ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരായേക്കും എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ വരുന്നത്. രണ്ട് വഴികളാണ് ഹോസ്ദുർഗ് കോടതിയിലെത്താൻ സുള്ളിയിൽ നിന്നുള്ളത്. അതൊന്ന് ബന്തെടുക്ക മൂന്നാം കട വഴി എത്താം. അതിന് വലിയ പോലീസ് പരിശോധനകളോ ചെക്ക് പോസ്റ്റുകളോ ഒന്നും ഇല്ലാത്തൊരു പാതയാണ്. അതോടൊപ്പം പാണത്തൂർ ചെമ്പേരിക്ക വഴി എത്താം. അങ്ങനെ വഴികൾ ഒരുപാടുണ്ട് ഇവിടേക്ക് എത്താൻ, സുരക്ഷിതമായി എത്താൻ, കോടതിയിൽ കീഴടങ്ങാൻ. അങ്ങനെ ആ ഒരു തരത്തിലുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്തായിരിക്കാം കാഞ്ഞങ്ങാട് കോടതിയിൽ ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കുമെന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വിവരം വരുന്നത്. എന്തായാലും നിലവിൽ കോടതിയിൽ പോലീസ് അത്തരം സംവിധാനങ്ങളൊന്നും ഇപ്പോൾ കാണാനില്ല. വളരെ രഹസ്യമായ നീക്കങ്ങളായിരുന്നു. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിനും വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ്. ഒരുപക്ഷെ മഫ്റ്റിയിലോ മറ്റോ പോലീസ് ഇതിന് പരിസരത്തുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അങ്ങനെ ഒരു സൂചന ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വിധി വരുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ രാഹുൽ ഹോസ്ദുർഗ് കോടതിയിൽ കീഴടങ്ങിയേക്കും. അഭിലാഷ്, യെസ്, ഇത്തരം സൂചനകൾ തന്നെയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാൻ ഒരുങ്ങുന്നു എന്ന സൂചനയുണ്ട്. ഇപ്പോൾ ലഭിക്കുന്നത് സുള്ളിയിൽ ഉണ്ട് രാഹുൽ മാങ്കൂട്ടം എന്നുള്ളതാണ്. ഹോസ്ദുർഗ് കോടതിയിൽ കീഴടങ്ങുമെന്നാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടം ഒരു രാഷ്ട്രീയ നേതാവാണ്. കൃത്യമായ രാഷ്ട്രീയമായ ഒരു പിന്തുണ ഒപ്പം നിൽക്കുന്നവരിൽ നിന്ന് ഉണ്ടാകും. പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും തെറ്റായ വിവരങ്ങൾ പങ്കുവെക്കാനുമുള്ള സാധ്യതകളും ഞങ്ങൾ ഈ ഘട്ടത്തിൽ തള്ളിക്കളയുന്നില്ല. ഒരുപക്ഷെ ഇങ്ങനെ ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാകുമെന്ന തരത്തിലൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് മാധ്യമ ശ്രദ്ധയടക്കം അവിടേക്ക് കേന്ദ്രീകരിച്ച് മറ്റെവിടെയെങ്കിലും കീഴടങ്ങുക, അപ്പോൾ സ്വാഭാവികമായും മാധ്യമ ശ്രദ്ധയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും. അത്തരം ചില തന്ത്രങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടാകാറുണ്ട്. അതുകൊണ്ട് ആ സാധ്യതയും ഞങ്ങൾ ഈ ഘട്ടത്തിൽ തള്ളിക്കളയുന്നില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങുമ്പോൾ അതിന് പല സാധ്യതകൾ ഇപ്പോൾ മുന്നിലുണ്ട്. ഒന്നാമത്തെ സാധ്യത എന്നത് നേരത്തെ KV ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ സ്വാഭാവികമായും അത് അങ്ങേയറ്റം നാടകീയമായ രംഗങ്ങളിലേക്ക് പോകും. അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോകുന്ന, അതായത് രാഹുൽ മാങ്കൂട്ടത്തെ പോലീസ് പിടികൂടി എന്ന നിലയിലുള്ള പ്രതീതിയായിരിക്കും സൃഷ്ടിക്കപ്പെടുക. അതിൽ നിന്ന് ഒഴിവാക്കുവാൻ വേണ്ടിയാണ് കോടതിയിൽ സ്വമേധയാ ഹാജരാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു നിൽക്കാനും സാധിക്കും. തന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ താൻ നിയമത്തിന് കീഴടങ്ങി, അതാണ് സംഭവിച്ചത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാനും സാധിക്കും. അതാണ് നമുക്ക് ഒരു സാധ്യതയായി കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, അങ്ങനെ കീഴടങ്ങിയാൽ ഉറപ്പായും അടുത്ത നടപടി എന്നത് വളരെ പെട്ടെന്ന് ജാമ്യത്തിന് വേണ്ടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നിയമത്തിന് മുന്നിൽ നിയമപരമായി കീഴടങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിന് എത്രയും പെട്ടെന്ന് ജാമ്യം നൽകണം എന്ന ആവശ്യമായിരിക്കും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉയർത്താൻ പോകുന്നത്. തന്റെ കക്ഷി കൃത്യമായി നിയമം പാലിക്കുന്ന ഒരാളാണ്. അദ്ദേഹം MLA എന്ന നിലയിൽ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആ പ്രിവിലേജ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അത് നൽകിക്കൊണ്ട് ജാമ്യം അനുവദിക്കണം എന്ന് ആവശ്യപ്പെടുവാനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന് സാധിക്കും. ഇതാണ് ഓപ്ഷൻ 1.
മറ്റൊരു ഓപ്ഷൻ എന്നത് വളരെ പ്രധാനപ്പെട്ടത് മുൻകൂർ ജാമ്യം ലഭിക്കുകയാണ് എങ്കിൽ തന്നെ അദ്ദേഹം നിയമത്തിന് മുന്നിലേക്ക് എത്തുന്നു. അവിടെ അറസ്റ്റ് പോലുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. കോടതിക്ക് മുന്നിൽ ഹാജരായിരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോഴിതാ രാഹുൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയെന്ന വിവരങ്ങൾ വരുന്നു. പെൺകുട്ടിയുടെ ഫ്ളാറ്റിൽ നിന്ന് ചാടുമെന്ന് പറഞ്ഞു എന്നത് അടക്കമാണ്. പുതിയ വാദവുമായി പ്രോസിക്യൂഷൻ കോടതിയിലെത്തുമ്പോൾ അതൊരൽപ്പം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഡാൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. ഡാൻ, അത് എനിക്കൊരു വ്യക്തത കുറവുണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പെൺകുട്ടിയുടെ ഫ്ളാറ്റിലേക്കൊക്കെ എത്താൻ പറ്റിയത്? എപ്പോഴാണ് അങ്ങനെ എത്താൻ പറ്റിയത്? അത് നേരത്തെയുള്ള വാദമാണോ? അതായത് ഈ വിവാദം ഉണ്ടായ ഘട്ടത്തിൽ ഇങ്ങനെ പ്രതികരിച്ചു എന്നാണോ? അങ്ങനെയല്ല. അതായത് 2025 മാർച്ച് മാസം 17-ാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൃക്കണ്ണാപുരത്തുള്ള യുവതിയുടെ ഫ്ളാറ്റിലെത്തി അവരുമായി സമയം ചെലവഴിച്ച ശേഷം ഈ ദൃശ്യങ്ങൾ, സ്വകാര്യ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയതെന്നും പിന്നീട് മറ്റ് പല സ്ഥലങ്ങളിലേക്കും ഈ ദൃശ്യങ്ങൾ കാണിച്ച് എത്താൻ ഭീഷണിപ്പെടുത്തിയതുമായിരുന്നു ഈ പരാതിക്കാരി ആദ്യം പോലീസിന് നൽകിയ മൊഴിയിലും പിന്നീട് 164 സ്റ്റേറ്റ്മെന്റായി ഇതേ കാര്യം തന്നെ ആവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. എന്തായാലും പ്രതിഭാഗത്തിന്റെ കൈവശമുള്ള പ്രധാനപ്പെട്ട ചില തെളിവുകൾ കോടതിയിൽ അതിന്മേൽ ഇന്നലെ വലിയ തരത്തിലുള്ള വാദങ്ങൾ നടന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് അധികമായി പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജീവനൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതും ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് ചാടുമെന്ന് ഭീഷണി മുഴക്കിയെന്നും അതേ തുടർന്നാണ് ആ ഗർഭചിത്രത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞത് എന്നുമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചതായാണ് വിവരം. അതായത് ആ പരാതിക്കാരിയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്നതിന് വേണ്ടി ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി താൻ ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി രാഹുൽ മാങ്കൂട്ടത്തിൽ മുഴക്കിയെന്നാണ് പ്രോസിക്യൂഷൻ അധികമായി ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതൊരു പുതിയ വാദമാണ്. അതായത് ഇന്നലെ ഇത്തരത്തിലൊരു വാദം വന്നിരുന്നില്ല. ഇത് പിന്നീടാണ് ഇങ്ങനൊരു കാര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം പ്രതിഭാഗം ഹാജരാക്കിയ സീൽ ചെയ്ത കവറിലെ തെളിവുകളിൽ രണ്ടാമതായി സമർപ്പിച്ച തെളിവുകളുടെ കൂട്ടത്തിൽ ചില സ്ക്രീൻഷോട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായി യുവതിയും രാഹുലും തമ്മിൽ പരസ്പര സമൂഹത്തിലുള്ളൊരു ബന്ധം നിലനിന്നിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ചില സന്ദേശങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ആ ഒരു ഘട്ടത്തിലാണ് അങ്ങനെയെങ്കിൽ ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തി എന്നത് എങ്ങനെയെന്ന് സ്ഥാപിക്കേണ്ടത് പ്രോസിക്യൂഷന്റെ അനിവാര്യതയായി മാറിയത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമായാണ് ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി താൻ ആത്മഹത്യ ചെയ്യുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് യുവതിക്ക് ഗർഭചിത്രത്തിന് ഗത്യന്തരമില്ലാതെ സമ്മതിക്കേണ്ടി വന്നത് എന്ന വാദവുമായി പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിലെത്തിയിരിക്കുന്നത്. എന്തായാലും വാദം തുടരുകയാണ്. അല്പസമയത്തിനകം നിർണായകമായ വിധി വരും. യെസ്, എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിധി പ്രസ്താവമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഡാൻ പറയുമ്പോഴാണ് ഇതിൽ വ്യക്തത വരുന്നത്. കൂടുതൽ വാദത്തിന്റെ ഭാഗമായാണ് പ്രോസിക്യൂഷൻ ഇങ്ങനെ ഒരു വാദം കൂടി ഉന്നയിച്ചത്. അതായത് പെൺകുട്ടി ഗർഭിണിയായതിനു ശേഷം ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി പല മാർഗങ്ങളിലുള്ള ഭീഷണിയാണ് രാഹുൽ മാങ്കൂട്ടം നടത്തിയത് എന്നുള്ളതായിരുന്നു. അതായത് ഫ്ളാറ്റിൽ നിന്ന് താൻ ചാടും, ആത്മഹത്യ ചെയ്യും എന്ന ഭീഷണി. അപ്പോൾ ആ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ടാണ് പെൺകുട്ടി ഗർഭചിത്രത്തിന് വിധേയമായത് എന്ന ആക്ഷേപം കൂടിയാണ് ഉന്നയിക്കുന്നത്. പക്ഷേ ഇത്തരം ആക്ഷേപങ്ങളെല്ലാം ഉന്നയിക്കുമ്പോഴും ഇതിൻ്റെ ആധികാരികത എന്ത് എന്നതായിരിക്കും കോടതിക്ക് മുന്നിലെ പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ഉത്തരം നൽകാൻ പ്രോസിക്യൂഷന് സാധിച്ചാൽ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യമുണ്ടാകും. അതേസമയം രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങിയേക്കും എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതേത് പശ്ചാത്തലത്തിൽ എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം അഭിഭാഷകനുമായി ആശയവിനിമയം നടത്തുന്നുണ്ടാകും. ആ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും തുടർ നീക്കങ്ങൾ എന്നതിൽ തർക്കമില്ല. സാധാരണ നിലയിൽ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത് എങ്കിൽ സ്വാഭാവികമായും അവിടെ അടുത്ത മാർഗം എന്ന നിലയിൽ മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിന് പകരം കീഴടങ്ങുകയാണോ? അങ്ങനെ കീഴടങ്ങിയതിനു ശേഷം പിന്നീട് തുടർ നടപടികളിലേക്ക് പോയാൽ മതി എന്ന തീരുമാനത്തിലേക്കാണോ എത്തുന്നത്? വളരെ വിശദമായി നോക്കാം.